നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ സീറോ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മുടെ വീടിന് മുകളിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ സോളാർ പാനൽ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ സബ്സിഡി കൂട്ടിയിട്ടുണ്ട്. 1 കിലോ വാട്ടിന്റെ സോളാർ പാനൽ വെക്കുന്നവർക്ക് 30,000 രൂപയാണ് സബ്സിഡി കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ 2 കിലോ വാട്ടിൻ്റെയാണ് വെക്കുന്നതെങ്കിൽ 60,000 രൂപ സബ്സിഡി കിട്ടും. 3 കിലോ വാട്ടിൻ്റെ മുതൽ 6 കിലോ വാട്ടിൻ്റെ വരെ വെക്കുന്നവർക്ക് 78,000 രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ പലപ്പോഴും ആളുകൾക്കൊരു സംശയമുണ്ട്, ഏത് സോളാർ വെക്കുകയാണ് നല്ലതെന്ന്. നമ്മളിപ്പം വെക്കുന്നത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റമാണ് വെക്കുന്നത്. ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും അതിനുശേഷം മിച്ചം വരുന്ന വൈദ്യുതി KSEBയുടെ ഗ്രിഡിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. രാത്രിയിൽ സോളാറിൻ്റെ ഉൽപ്പാദനം നടക്കുന്നില്ല, അതുകൊണ്ട് രാത്രിയിൽ KSEBയുടെ വൈദ്യുതി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സോളാർ പാനൽ വെക്കാൻ നേരത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള പാനൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പം വെച്ചിരിക്കുന്നത് അദാനി സോളാറാണ്. കൂടെയുള്ള ഇൻവെർട്ടറും അതുപോലെ ACDB ബോക്സും DCDB ബോക്സും ഉണ്ട്. ഇതും ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലത് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം മിനിമം 10 വർഷമെങ്കിലും വാറണ്ടി ഉള്ള ഇൻവെർട്ടർ വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സോളയർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇൻവെർട്ടറാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ACDB ബോക്സും DCDB ബോക്സും നമ്മൾ ഹാവൽസിന്റെ ആണ് വെച്ചിരിക്കുന്നത്.